ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ശ്രദ്ധേയനായ പ്രയോക്താവ്, ഊർജ്ജസ്വലനായ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, വിദ്യാർത്ഥികൾക്ക് ബഹുമാന്യനായ അധ്യാപകൻ. ഇതെല്ലാമാണ് ഡോക്ടർ RVG മേനോൻ. ശാസ്ത്രത്തെ അധികാരത്തിന്റെ പിടിയിൽ നിന്നും സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ ശാസ്ത്രത്തിന്റെ ജനകീയവൽക്കരണത്തെ ഒട്ടേറെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ RVG മേനോൻ എന്നറിയപ്പെടുന്ന രാഘവ വിജയഗോപാല മേനോന് കഴിഞ്ഞിട്ടുണ്ട്. 1964 ഒരു എക്സിക്യൂട്ടീവ് ട്രെയിനിയായിട്ടാണ് RVG തന്റെ ഔദ്യോഗിക വൃത്തി ആരംഭിച്ചത്. ദീർഘകാലം കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1998 കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായിരിക്കെ ജോലിയിൽ നിന്ന് ഔപചാരികമായി വിരമിച്ചു. അനറ്റ് ഡയറക്ടറായും യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഫാക്കൽറ്റിയായും നിരവധി രംഗങ്ങളിൽ RVG തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിർവാഹക സമിതി അംഗവും ശാസ്ത്രഗതി മാസികയുടെ പത്രാധിപരുമാണ്. ഡോക്ടർ RVG മേനോൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ എൻ്റെ നിർവാഹക സമിതി അംഗവുമാണ്. ആ നിലയ്ക്ക് നമുക്ക് നേരിട്ടൊരു നടുപ്പുഴയിൽ ചാടി തുടങ്ങുമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ അറിഞ്ഞിട്ടുള്ളൊരു ദർശനം, ഏതാണ്ട് മധ്യ കാലഘട്ടത്തിന് ശേഷം ശാസ്ത്രവും മറ്റ് മനുഷ്യൻ്റെ വിജ്ഞാന ശാഖകളും വേർതിരിഞ്ഞ് അവരവരുടേതായിട്ടുള്ള തനിയുള്ള പാത പിന്തുടർന്നു പോയി എന്ന് മാക്സ് വെബറോ മറ്റോ പറയുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രം വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണവും പ്രപഞ്ചത്തിൻ്റെ സത്യത്തെയും യാഥാർത്ഥ്യമൊക്കെ തേടിപ്പോകുന്നു. സാഹിത്യം വ്യക്തിയുടെ അനുഭവ മേഖലയും അതിൻ്റെ യാഥാർത്ഥ്യത്തെയും തിരഞ്ഞു പോകുന്നു സ്വതന്ത്രമായി. അങ്ങനെ ഒട്ടുമിക്ക വിജ്ഞാന ശാഖകളും വേർപിരിഞ്ഞു പോയൊരവസ്ഥയെ വെബർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിലും ഗ്രീസിലുമൊക്കെ തന്നെ നാച്ചുറൽ ഫിലോസഫി എന്നുള്ളതിൽ ഈ ശാഖകളെല്ലാം ഒരു കാലത്ത് ഉൾപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇതൊരു വിപത്താണോ ഈ പാതകൾ വേർതിരിഞ്ഞു പോയത്? അതൊരു വിപത്താണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശാസ്ത്രം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ഈ പ്രപഞ്ചത്തെപ്പറ്റി നമുക്കിന്നറിയാവുന്ന വസ്തുനിഷ്ഠമായ അറിവെല്ലാം ആ അന്വേഷണത്തിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഈ അറിവ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ അറിവ് തേടുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ അറിവ് ആർക്കു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നതിൻ്റെ അർത്ഥം നമ്മെ എങ്ങനെ ഈ പ്രപഞ്ചവുമായും സമൂഹവുമായും ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇതിലൊരു വസ്തുനിഷ്ഠ പ്രപഞ്ചമുണ്ട്, വ്യക്തി അനുഭവം ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയുണ്ട്, ഈ വ്യക്തി ഭാഗമായിട്ടുള്ള ഒരു സമൂഹമുണ്ട്. ഇവ തമ്മിലുള്ള ബന്ധം ആണ് ഈ അറിവിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ആർക്കു വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ നിന്ന് നമുക്കെന്ത് കിട്ടുന്നു. അന്വേഷണത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ എല്ലാ ജീവികളും സുഖമാണ് അന്വേഷിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ സുഖത്തെ പറ്റിയുള്ള സങ്കല്പം വ്യത്യാസമാണ്. ആ സുഖം എങ്ങനെ കിട്ടും? ആ സുഖം വ്യക്തിയിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് ഇന്ദ്രിയ സുഖം അല്ലെങ്കിൽ മനോസുഖം എന്നുള്ള ഒരു അന്വേഷണം ആണ് നടക്കുന്നത് എങ്കിൽ അത് ആത്യന്തികമായ സംതൃപ്തി നൽകില്ല എന്നാണ് എല്ലാ അനുഭവങ്ങളും കാണിക്കുന്നത്, എല്ലാ സമൂഹത്തിലും. അപ്പോൾ വ്യക്തിയെ സമൂഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ സുഖാന്വേഷണം സാധിക്കുകയുള്ളൂ. ആ അന്വേഷണത്തിൽ സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു, വ്യക്തിയും സമൂഹവും ജീവിക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു അറിവ് വളരെ പ്രധാനമാണ്. ആ അറിവ് ശാസ്ത്രത്തിലൂടെയാണ് കിട്ടുക. ഒരു സമന്വയം അതിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ. ഈ വേർപിരിഞ്ഞ പാതകളെ സമന്വയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ഇന്ന് ആഗോള വ്യാപകമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ ഈ പറഞ്ഞ വസ്തുനിഷ്ഠമായ ലോകവും പിന്നെ നമ്മൾ എന്ന ആ സമൂഹ യാഥാർത്ഥ്യവും ഞാനെന്ന ഒരു ആത്മസത്യയും തമ്മിൽ എങ്ങനെ സമന്വയിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടറിന്? എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ സമന്വയം ഉണ്ടാകുന്നത് ഇവ തമ്മിലുള്ള ബന്ധം ഉൾക്കൊള്ളുന്നതിലൂടെയാണ്. അത് ബന്ധം മനസ്സിലാക്കാൻ നമുക്കൊരു അക്കാദമിക് തലത്തിൽ സാധിക്കും. പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത്,
നമ്മൾ നേടുന്ന അറിവ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്, ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കണം, ഈ അർത്ഥത്തിൽ സമന്വയമാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ ഇതിലൊന്നും നമുക്ക് ഒറ്റപ്പെട്ട് കാണാൻ സാധിക്കില്ല. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെടലിൻ്റേതാണ്. ആ ഒറ്റപ്പെടലിലൂടെ നമുക്ക് ശാശ്വതമായ സംതൃപ്തി അല്ലെങ്കിൽ ആത്യന്തികമായ സംതൃപ്തി ലഭിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം വ്യക്തിയും പിന്നെ ഈ ഇറ്റെന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ഈ വസ്തുക്കളുടെ പൊസഷനിലൂടെയാണ്, സ്വന്തമാക്കലിലൂടെ വെട്ടിപ്പിടിക്കലിലൂടെയാണ് സന്തോഷം സംതൃപ്തി വരുന്നതെന്ന് കരുതുകയാണെങ്കിൽ ഒറ്റപ്പെടലുണ്ടാവും. അത് ഇപ്പോൾ പൊതുവെ അന്യവൽക്കരണത്തിൻ്റെ കാലഘട്ടം തന്നെയാണെന്ന് പറയാം. എല്ലാവരും ഒരു തുരുത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നൊരു കാലഘട്ടം. ഡോക്ടർ മറ്റൊരു മേഖല, പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സമൂഹം, ഇതാണല്ലോ. സാങ്കേതിക വിദ്യ ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പുരോഗതി നൽകിയിട്ടുണ്ടോ, അതോ നമ്മൾ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു? അന്യവൽക്കരണത്തെ ഒരുപാട് അതിൻ്റെ ആക്കം കൂട്ടിയിട്ടില്ലേ എന്നൊരു പ്രശ്നമില്ലേ? സാങ്കേതിക വിദ്യ വളരെ ഗുണകരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. നമുക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നത് തന്നെ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഫലമായിട്ട് നമ്മുടെ ജീവിത നിലവാരം, അതിൽ ഞാൻ ഭൗതികം മാത്രമല്ല, നമ്മുടെ ഭൗതിക ജീവിത നിലവാരത്തെ ആശ്രയിച്ച് തന്നെയാണ് ബൗദ്ധിക ജീവിതത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നത്. അപ്പോൾ പഴയ സമൂഹങ്ങളിലെല്ലാം സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ ഇത് സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ വളരെ വലിയ ഒരു എലീറ്റിന് മാത്രം, അതിപ്പോൾ വളരെ വലിയ സംഭാവനകൾ നൽകിയ സമൂഹം തന്നെ. അതിപ്പോൾ ഭാരതീയ സമൂഹമാണെങ്കിലും ചൈനയിലാണെങ്കിലും ഗ്രീസ്, റോം, ഇവിടെ എല്ലാം ഇത്തരം ചിന്തകൾ പോലും സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തിന്, എലീറ്റിന് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അവർക്ക് ദൈനംദിന എത്തിപ്പിടിക്കാൻ പറ്റൂ. അവരെ അതിന് പ്രാപ്തരാക്കിയത് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇതൊന്നും അറിയാതെ ദൈനംദിന ജീവിത വ്യാപാരങ്ങൾ അധ്വാനിച്ച് അവരുടെ സർപ്ലസ്, ആ മിച്ച അധ്വാനം കൊണ്ടാണ് സമൂഹത്തിലെ ഈ സംസ്കാരം നിലനിന്നത് തന്നെ. ഇപ്പോൾ മനുഷ്യൻ സാമൂഹിക ജീവിയാണ് എന്ന് പറയുമ്പോൾ ഈ സമൂഹ ജീവിതം മറ്റ് ജീവികളിലുണ്ട്, പല ജന്തുക്കളിലുണ്ട്. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ജീവിയായതുകൊണ്ട്, ചോദ്യം ചെയ്യുന്ന ജീവിയായതുകൊണ്ടും ഈ സാമൂഹിക നീതി എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്കൊരു സമൂഹമായി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. സമൂഹത്തിൽ കെട്ടുറപ്പുള്ള സമൂഹമായിട്ട് ഒരു ബോധപൂർവമായ പങ്കാളിത്തം സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടുന്നെന്നും എനിക്കും നീതി കിട്ടുന്നു എന്നുള്ളൊരു വിചാരമുണ്ടാവണം. ഇത് നമ്മൾ ജന്തു സമൂഹങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ ആനക്കൂട്ടമായാലും തേനീച്ചകളുടെ കൂട്ടമായാലും ഉറുമ്പിൻ്റെ കൂട്ടമായാലും അതിനൊക്കെ സമൂഹമുണ്ട്. പക്ഷേ അത് ഒരു ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള, ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം, ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടുള്ള, ബോധപൂർവമായിട്ടുള്ള ഒരു സമൂഹ നിർമ്മിതിയല്ല. മനുഷ്യൻ അതേ സമയത്ത് ബോധപൂർവമാണ് ഇതിൽ പങ്കാളിയാവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും നീതി കിട്ടുന്നു എന്നുള്ള ഒരു തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അവിടെയാണ് സമൂഹത്തിൻ്റെ മൊത്തം അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ, സാങ്കേതിക വിദ്യകൾ, ഇതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് പ്രധാനമാകുന്നത്. അത് പലപ്പോഴും സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ഡോക്ടർ ആർ വിജയൻ? ശാസ്ത്രം പ്രയോഗിക്കുന്നതിന് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. വിദ്യാഭ്യാസം, അറിവ്. അതുപോലെ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം കിട്ടണമെങ്കിലും ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രചരിക്കുന്നു. പക്ഷേ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് പ്രയോജനം കിട്ടാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മാജിക്കാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ എൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? അപ്പോൾ അതിൻ്റെ പ്രയോജനം എനിക്കും കൂടി കിട്ടണം. കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എലിയനേറ്റ് ചെയ്യപ്പെടുകയാണ്. ഞാൻ ഇന്ന് പുറത്താകുകയാണ്. അങ്ങനെ ഇപ്പോൾ ആധുനിക ജീവിതത്തിൽ പല സംഗതികളിലും നമ്മൾ പുറത്താക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മൾ ആധുനിക വാഹനങ്ങൾ, ഇപ്പോൾ ഗതാഗത രംഗത്തുണ്ടായ വലിയ വിപ്ലവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോകത്ത് എവിടെയും ഇറങ്ങുന്ന കാറ് ഇന്ന് ഇന്ത്യയിൽ വാങ്ങിക്കാം, ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ടായാൽ മതി. പക്ഷേ ഇല്ലാത്തവർക്ക് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇത്തരം മാറ്റങ്ങൾ വരികയും എനിക്ക് അതിലൊരു പങ്ക് ലഭിക്കില്ല എന്നറിയുകയും ചെയ്യുമ്പോൾ ഒറ്റപ്പെടലും പുറത്താക്കപ്പെടുന്നുള്ള ബോധവും അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അനീതിയാണ് കിട്ടുന്നത് എന്നുള്ളൊരു വിചാരം, ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത് വയലൻസിലേക്ക് നയിക്കും. അപ്പോൾ ഒരു സമൂഹത്തിനും അങ്ങനെ ശാശ്വതമായിട്ട് നിലനിൽക്കാൻ സാധിക്കും.